യുദ്ധം അവസാനിപ്പിക്കാനുള്ള വ്യവസ്ഥകളുടെ പേരിൽ അമേരിക്കയിൽ നിന്ന് കടുത്ത സമ്മർദ്ദം നേരിടുകയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമർ സെലൻസ്കി. യുക്രൈന്റെ ദേശീയ താൽപര്യങ്ങളിലോ പരമാധികാരത്തിലോ താൻ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും സെലൻസ്കി വ്യക്തമാക്കി. രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് സെലൻസ്കി ഇക്കാര്യങ്ങൾ അറിയിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള ട്രംപിന്റെ 28-ന് സമാധാന പദ്ധതി ഈ മാസം 27-ന് മുൻപായി യുക്രൈൻ അംഗീകരിക്കണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം. കരാറിന്റെ കരടുരേഖ അംഗീകരിച്ചില്ലെങ്കിൽ യുക്രൈനുള്ള ആയുധ സഹായവും ഇന്റലിജൻസ് കൈമാറ്റവും നിർത്തുമെന്നും ഭീഷണിയുണ്ട്. യുദ്ധത്തിൽ പിടിച്ചെടുത്ത യുക്രൈന്റെ 5 മേഖലകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കണം. യുക്രൈൻ സൈനികരുടെ എണ്ണം കുറയ്ക്കണമെന്നും 100 ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും കരാറിന്റെ കരടിലുണ്ട്. നാറ്റോയിൽ അംഗത്വം നേടാനുള്ള യുക്രൈന്റെ ശ്രമങ്ങൾ ഉപേക്ഷിക്കണമെന്നും കരട് കരാറിൽ പറയുന്നു. നിർദ്ദേശങ്ങൾക്ക് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത സെലൻസ്കി ചരിത്രത്തിലെ ഏറ്റവും ദുഷ്കരമായ മുഹൂർത്തത്തിലാണ് യുക്രൈൻ എന്ന് തുറന്നു പറഞ്ഞു. രാജ്യത്തിന്റെ അന്തസ്സ് നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ സുപ്രധാന സഖ്യകക്ഷിയെ നഷ്ടപ്പെടുത്തുക എന്ന കടുത്ത തീരുമാനം എടുക്കേണ്ടതായി വരുമെന്ന് സെലൻസ്കി പറഞ്ഞു. അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിലും യുക്രൈന്റെ പരമാധികാരത്തിലും ദേശീയ താൽപര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് സെലൻസ്കി വ്യക്തമാക്കി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി സംസാരിച്ച ശേഷമായിരുന്നു സെലൻസ്കി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.